ഈ ഈമാൻ സലാമത്താകാൻ ചില പ്രത്യേകമായ വഴികളെ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഒന്ന്, ഈമാൻ സലാമത്താകുന്ന ആള് ഉറക്കം സൂക്ഷിക്കുന്ന ആളാണ്. ഉറക്കം സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാം പറഞ്ഞ മാതിരി ഉറങ്ങുന്ന ആൾക്ക് ഈമാൻ സലാമത്താവും. കാരണം ഉറക്കം മരണത്തിൻ്റെ പരിശീലനമാണ്. ഒരാൾ എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെ മരിക്കുമെന്നാണ്. എങ്ങനെ ഉറങ്ങണത് അങ്ങനെ മരിക്കും. രാത്രി 2 മണി വരെയും പന്ത് കളി കണ്ടിരിക്കാൻ നമ്മൾ റെഡിയാണ്, ക്രിക്കറ്റ് കണ്ടിരിക്കാൻ റെഡിയാണ്, TV-യിൽ നോക്കിയിരിക്കാൻ, മൊബൈലിൽ തോണ്ടിയിരിക്കാൻ റെഡിയാണ്. കടക്കാൻ ചെന്നാൽ ഞമ്മക്കൊരു നേരം വെക്കൽ, അല്ലോ 12:30 ആയോ, പിന്നെ ദിക്റും സലാത്തൊന്നുമില്ല, ഒറ്റ മറിച്ചിലാണ്. അതേമാതിരിയാണ് മരിക്കുമ്പോൾ. എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെ മരിക്കും. അതുകൊണ്ട് മരിക്കാനുള്ള പരിശീലനം ഒന്ന് ഉറക്കമാണ്. എന്തിനു നേരമില്ലെങ്കിലും ഉറങ്ങാൻ ചെന്ന ഒരു 5 മിനിറ്റ് നേരം ഉണ്ടായേ പറ്റൂ. എന്താ വേണ്ടത്? കയ്യും കാലും നന്നായി കഴുകി വൃത്തിയാക്കണം. കുളിച്ചാൽ വളരെ ഉഷാറായി, ഒളുണ്ടാക്കിയാൽ അതിലേറെ ഉഷാറായി. ഇനി അതൊന്നുമില്ലെങ്കിലും കയ്യും കാലും കഴുകി വൃത്തിയാക്കണം. വിരിപ്പ് നന്നായിട്ട് 3 പ്രാവശ്യം കുടഞ്ഞ് വിരിക്കണം. വിരിച്ചിട്ട വിരിപ്പാണെങ്കിൽ വേറൊരു തുണി എടുത്തിട്ട് 3 പ്രാവശ്യം കൊട്ടണം. വിരിക്കാത്ത വിരിപ്പാണെങ്കിൽ 3 പ്രാവശ്യം കുടഞ്ഞിട്ട് ആയിക്കൊന്ന് വിരിക്കണം. വിരിപ്പ് മടക്കില്ലാതെ നിവർത്തി വിരിക്കണം. എന്നാൽ അധികം ആൾക്കാർക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതിൽ കൂടി എങ്ങനെ ഇങ്ങോട്ടൊരു വേദന, ഇതിൽ കൂടി എങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ടൊരു വേദന. എന്താ കാരണം? വിരിപ്പ് മടങ്ങിയതാണ് കാരണം, വേറെ കാരണമൊന്നുമില്ല. ദണ്ണത്ത് കിടക്കുന്ന ആൾക്കാരുടെ ശരീരം പൊട്ടുന്നു. എന്താ കാരണം? വിരിപ്പ് മടങ്ങുന്നതാണ് കാരണം, വേറെ അതിന് കാരണമൊന്നുമില്ല. കുട്ടികളായിരിക്കുമ്പോൾ വല്ലാതെ അറിയില്ല, ചെറുപ്പക്കാർക്ക് മനസ്സിലാവില്ല, പ്രായമാകുമ്പോൾ മനസ്സിലാവും. ചെറിയൊരു മടക്കുണ്ടായാൽ മതി, രാവിലെ അവിടെ വേദന ഉണ്ടാവും. അതുകൊണ്ട് വിരിപ്പ് നന്നായിട്ട് നിവർത്തി വിരിക്കണം. എന്നിട്ട് ആ വിരിപ്പിലിരിക്കണം. എന്നിട്ട് സൂറത്തുൽ ഫാത്തിഹ 1 പ്രാവശ്യം ഓതണം. ഞാൻ പറയുമ്പോൾ കുറേ സമയം എടുത്താലും ചെയ്യാനാകെ 5 മിനിറ്റ് വേണ്ടി വരുള്ളൂ. സൂറത്തുൽ ഫാത്തിഹ 1 പ്രാവശ്യം ഓതണം. ഒരു ഖുൽ ഹുവല്ലാഹു അഹദ്, ഒരു ഖുൽ അഊദു റബ്ബിൽ ഫലക്, ഒരു ഖുൽ അഊദു റബ്ബിൻ നാസ് ഓതിയിട്ട് കയ്യിലൂതിയിട്ട് തല മുതൽ കാല് വരെ എത്തുന്ന ഭാഗത്തൊക്കെ ഒന്ന് തടവണം. ഒന്നും കൂടിയും ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു റബ്ബിൽ ഫലക്, ഖുൽ അഊദു റബ്ബിൻ നാസ് 2 കയ്യിലും ഊതിയിട്ട് തല മുതൽ കാല് വരെ തടവണം. 3-ാം പ്രാവശ്യം ഒന്നും കൂടെ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു റബ്ബിൽ ഫലക്, ഖുൽ അഊദു റബ്ബിൻ നാസ് കയ്യിൽ ഊതിയിട്ട് തല മുതൽ കാല് വരെ തടവണം. 1 ആയത്തുൽ കുർസി ഓതിയിട്ട് ബിസ്മി ചൊല്ലിയിട്ട് കിടക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലിയിട്ട് മൊബൈൽ കളിക്കാതെ ഉറങ്ങണം. ഈമാൻ കാമിലായി മരിക്കും. എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെ മരിക്കും. ഈ ഒരൊറ്റ കാര്യങ്ങൾക്ക് മനസ്സിലായ അന്നത്തെ ക്ലാസ് മുതലാവും. മനസ്സിലായി എന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാകുക? മനസ്സിലായി ചെയ്യൂല, അതുകൊണ്ട് കാര്യമൊന്നുമില്ല. മനസ്സിലായാൽ ചെയ്യുമല്ലോ. നമ്മൾ മനസ്സിലാകാത്തതാണ് ചെയ്യാത്തതിൻ്റെ കാരണം. നമുക്ക് പല കാര്യം മനസ്സിലാകണില്ല. നാഷണൽ ഹൈവേയില് തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന പാണ്ടി ലോറി വരുമ്പോ ഹൈവേന്റെ നടുക്ക് കയറിയിട്ട് 2 കയ്യും ഇങ്ങനെ കെട്ടിയിട്ട് കണ്ണും ചിമ്പിയിട്ട് പിരാന്തം വരെ നിൽക്കൂല. എന്താ കാരണം? ജീവൻ പോകും എന്ന ഈമാനാണ് കാരണം. പിരാന്തം നിൽക്കൂലല്ലോ. ബുദ്ധിയുള്ളവൻ ഏതായാലും നിൽക്കൂല, പിരാന്തൻ ഏതായാലും നിൽക്കൂല. എന്താ കാരണം? ഈമാൻ. 11 കോലുള്ള പൊട്ടങ്ങാറ്റിക്ക് പോയിട്ട് മേലെന്നിങ്ങനെ നോക്കിയിട്ട് താഴത്തേക്ക് പാറയാണില്ലേ എന്ന് പറയുള്ളൂ, ചാടൂല. എന്താ കാരണം? കയ്യും കാലും ഒടിയെന്നുള്ളത് ഈമാനാണ്. സൂറത്തുൽ വാഖിയ എല്ലാ ദിവസവും രാത്രിയിൽ 1 തവണ ഓതിയാൽ ദാരിദ്ര്യം വരൂല എന്നത് ഈമാനായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഓതൂലേ? ദാരിദ്ര്യം ആർക്കാ പേടില്ലാത്തത്? ഫക്കീറാവൽ ആർക്കാ പേടില്ലാത്തത്? 35 സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിട്ടും കാര്യമില്ല, ദരിദ്രനാവാൻ 1 സെക്കൻഡ് മുഴുവൻ വേണ്ട. ദാരിദ്ര്യമാർക്കാ പേടില്ലാത്തത്? എല്ലാ മനുഷ്യനും പേടിക്കുന്നതാണ് ദാരിദ്ര്യം. ലോകം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ
അഷ്റഫുൽ ഖൽഖായ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, മൻ ഖറാ സൂറത്തുൽ വാഖിഅ ഫീ കുല്ലി ലൈലത്തിൻ മറ ലം യജിദുഹു ഫാഖത്തുൻ അബദാ. വഹീദ് ഇൽമാണ്. മുഹമ്മദ് നബി പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹയിന്റെ ഇൽമാണ്. വഹയ് തെറ്റൂലല്ലോ, വഹയ് തെറ്റൂല. എല്ലാ ദിവസവും രാത്രിയിൽ ഒരു തവണ സൂറത്തുൽ വാഖിഅ ആരെങ്കിലും ഓതിയാൽ ലം യജിദുഹു ഫാഖത്തുൻ, അവന് ദാരിദ്ര്യം വരികയില്ല, അബദൻ, ഒരു കാലത്തും വരൂല എന്ന് മുഹമ്മദ് നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഞമ്മക്കത് എത്ര കണ്ട് മനസ്സിലായിട്ടുണ്ട്? മനസ്സിലായാൽ ചെയ്യും, മനസ്സിലായിട്ടില്ല, അതാ പ്രശ്നം. അപ്പൊ ഞാനീ പറഞ്ഞത് മനസ്സിലാകുക എന്ന് പറഞ്ഞാൽ ഇന്ന് മുതൽ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനാണ് മനസ്സിലാകുക പറയണത്. മനസ്സിലായാൽ ജീവിതത്തിലുണ്ടാവും. ഇത്രയേ ഉള്ളൂ, ഇത്രയേ വേണ്ടുള്ളൂ. രാവിലെ എഴുന്നേറ്റ ഉടനെ വിരിപ്പ് പഴയതുപോലെ ഒന്ന് വിരിക്കുകയും പുതപ്പ് മടക്കി വെക്കുകയും ചെയ്താൽ വളരെ ഉഷാറായി. എന്താ ഞാൻ പറഞ്ഞത് ഉറങ്ങാൻ പോകുമ്പോൾ നല്ലോണം ഒന്ന് കയ്യും കാലും തേച്ചെങ്കിൽ ഒതുണ്ടാക്കുക. വിരിപ്പ് 3 പ്രാവശ്യം കുടഞ്ഞിട്ട് മടക്കില്ലാതെ നിവർത്തി വിരിക്കുക. വിരിപ്പിൽ ഇരുന്ന് ഒരു ഫാത്തിഹ, കുല്ലു വല്ലാഹു അഹദ്, കുല്ലു റബ്ബിൽ ഫലക്, കുല്ലു റബ്ബിന്നാസ്, കയ്യിലൂത, ശരീരം തടവുക. ഒന്നുകൂടിയും കുല്ലു വല്ലാഹു അഹദ്, കുല്ലു റബ്ബിൽ ഫലക്, കുല്ലു റബ്ബിന്നാസ്, കയ്യിലൂത, ശരീരം തടവുക. ഒന്നുകൂടിയും കുല്ലു വല്ലാഹു അഹദ്, കുല്ലു റബ്ബിൽ ഫലക്, കുല്ലു റബ്ബിന്നാസ്, കയ്യിലൂത, ശരീരമാസകലം തടവുക. ഒരായത്തുൽ കുർസി ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നോ ബിസ്മിക റബ്ബി വളഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദകസ് സാലിഹീൻ എന്നോ. അതറിയാത്തൊരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ബിസ്മി ചൊല്ല. എന്നിട്ട് കിടക്കുക. കിടന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് മൊബൈൽ കളിക്കാതെ ഉറങ്ങുക. അപ്പോ കിർണീം കിർണീം കിർണീ എന്ന് മൊബൈൽ വെല്ലടിച്ചു കിടന്നാൽ എന്താ വേണ്ടത്? എഴുന്നേറ്റിരിക്കണം. എഴുന്നേറ്റിരുന്നിട്ട് എന്താ മൊബൈലിൽ ബെല്ല് നോക്കണം. ഹലോ, രാവിലെ വിളിക്കട്ടോ, ശരി വെച്ചിട്ട് ബിസ്മി വരെ ഉള്ളതൊക്കെ അത് മതി. ബിസ്മി ആദിക്കെന്ന് ചൊല്ലിയിട്ട് കിടക്കുക. ബിസ്മി ആദിക്കെന്ന് ചൊല്ലിയിട്ട് രണ്ടാമത് കിടക്കുക. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് മൊബൈൽ കളിക്കാതെ ഉറങ്ങുക. അപ്പൊ അങ്ങനെ ഉറങ്ങാൻ കിടന്നപ്പോ അങ്ങനെ ഡം 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 ഡിഗാ ഡിഗാ എന്ന് ബെല്ലടിച്ചു. എന്താ കിട്ടുക? നീച്ച മെസ്സേജ് വന്നതാണ്, മെസ്സേജ്. അപ്പൊ നോക്കുമ്പോ ആരോ ഒരാൾ മരിച്ചതാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ സ്റ്റിക്കർ അടിച്ചു വിടുക. ആളെ കാട്ടുക. സ്റ്റിക്കർ കൊണ്ട് കാര്യമില്ല, പറയാണ് വേണ്ട കേട്ടോ. പറഞ്ഞു എന്നതിന്റെ തെളിവാണ് സ്റ്റിക്കർ. വെറും സ്റ്റിക്കർ കൊണ്ട് കാര്യമൊന്നുമില്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ് സ്റ്റിക്കർ അടിച്ചു വിട്ടിട്ട് ബിസ്മി ചൊല്ലിയിട്ട് ആയിക്കന്ന് കിടക്കുക. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് മൊബൈലും കളിക്കാതെയും വർത്താനം പറയാതെയും ഉറങ്ങുക തന്നെ. എങ്കിൽ അവൻ കെലിമയിലേറ്റ് മരിക്കുള്ളൂ. കാരണം ഉറക്കത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഉറങ്ങുന്നവന്റെ ഒളു ഉറക്കത്തിലല്ല മുറിയുന്നത്, ഉണർച്ചയിലാണ്. വേളികുളത്തുകാരെ നല്ലോണം മനസ്സിലായിക്കോളി. ഉറങ്ങണ ആളെ ഒളു എപ്പോഴാണ് മുറിയണേ? ഉറക്കത്തിൽ കീഴ്വായി പോയാൽ മുറിയില്ല. ഉറക്കത്തിൽ അവരത്തുമ്പോ തൊട്ടാൽ ഒളു മുറിയില്ല. ഇതൊന്നും ഉണ്ടായില്ലെങ്കിലും മുറിയും. എപ്പോഴാണ് മുറിയണത്? ഉണരുമ്പോഴാണ് മുറിയുന്നത്, ഉറക്കത്തിലല്ല. മനുഷ്യന്മാരങ്ങൾ എന്താ മനസ്സിലാകാത്ത മാതിരി അന്തം വിട്ടുന്നു. ഉറങ്ങുന്നവന്റെ ഉറക്കത്തിലല്ല മുറിയുന്നത്, ഉണർച്ചയിലാണ്. ഉണരുമ്പോൾ ഒളു മുറിഞ്ഞു, ആയിക്കൊന്നുണ്ടാക്കണം. ആ ഉറക്കത്തിൽ അവൻ മരണപ്പെട്ടാൽ ഒളുവോടുകൂടെ മരണപ്പെട്ടു. ഉറങ്ങുന്നവന്റെ ഒളു ഉറക്കത്തിലല്ല മുറിയുന്നത്. മയ്യത്ത് കുളിപ്പിക്കുമ്പോ നമ്മൾ ഒളുണ്ടാക്കി കൊടുത്താല് പിന്നെ മൂത്രം വന്നാലും രണ്ടാമത് ഒളുണ്ടാക്കണ്ടല്ലോ. കാഷ്ടം വന്നാലും രണ്ടാമത് ഒളുണ്ടാക്കണ്ട. ഔറത്തുമ്മ തൊടേണ്ട ആവശ്യം ഉണ്ടായാലും ഒളുണ്ടാക്കി കൊടുക്കണ്ട. എന്താ കാരണം? മയ്യത്തിന്റെ ഒളു മുറിയുകയില്ല. എന്തുകൊണ്ട് മുറിയില്ല? അവൻ ഉണരുന്നില്ല എന്നതാണ് കാരണം.
ഉറങ്ങുന്നവന്റെ ഒളു ഉറക്കം കൊണ്ടല്ല മുറിയുന്നത്, ഉണർച്ച കൊണ്ടാണ്. അതുകൊണ്ട് ഉറങ്ങുമ്പോൾ ഒളുണ്ടാക്കി എങ്കിൽ ഉണരുന്നത് വരെയും അവൻ ഒളുവിലായിരിക്കും. ഇതന്നെയാണ് ദിക്റിന്റെ കാര്യവും. ഉറങ്ങുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ പിന്നീട് അവൻ മറ്റൊന്നും സംസാരിച്ചിട്ടില്ലെങ്കിൽ ഉറക്കത്തിലും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരാളുടെ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവണമെന്നല്ല, സംസാരത്തിന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവണമെന്നാണ് ഹദീസിലുള്ളത്. മൻ ഒരാൾ കാന ആയി ആഖിറു കലാമിഹി അവന്റെ അവസാനത്തെ വാക്ക് ആയാൽ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. മനസ്സിലായോന്നറിയില്ല. ഒരാളിങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചെല്ലുന്നതിന്റെ ഇടയിൽ മുണ്ടാതായി, വർത്താനം നിർത്തി, മുണ്ടാതായി, ബോധം പോയി. 3 മാസം കഴിഞ്ഞിട്ടോ മരിച്ചാലും അവസാനത്തെ വാക്ക് ഏതന്നെയാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് ഈ പറഞ്ഞത്. അല്ലാതെ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകുക എന്നാണ്. അതുകൊണ്ട് ഒരാൾ ഉറങ്ങുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ആ ഉറക്കത്തിൽ അവൻ മരിച്ചാൽ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് ഉറങ്ങുന്നവന്റെ ദിക്റ് ഉറക്കത്തിൽ മുറിയില്ല, ഉറങ്ങുന്നവന്റെ ഉളൂ ഉറക്കത്തിൽ മുറിയില്ല, ഒക്കെ ഉണർച്ചയിലാണ് മുറിയുന്നത്. അതുകൊണ്ട് ഈ കാര്യം ഒരാൾ സൂക്ഷിച്ചാൽ അവന് പരിപൂർണമായ കെലിമ ചൊല്ലിയിട്ട് മരിക്കാൻ വേണ്ടി കഴിയും. ഉറക്കം സൂക്ഷിച്ചാൽ. എങ്ങനെയാണോ ഉറങ്ങുന്നത്, ഈ ഉറക്കത്തിലെ സൂക്ഷ്മത നഷ്ടപ്പെട്ടതാണ് ഇന്ന് കെലിമ ചൊല്ലി മരിക്കുന്ന ആളുകൾ കുറഞ്ഞതിൻ്റെ കാരണം. അതുകൊണ്ട് എല്ലാവരും ഈ ക്ലാസ് കേട്ട എല്ലാവരും ഇന്ന് മുതൽ എന്തില്ലെങ്കിലും ഉറങ്ങുമ്പോൾ ഒന്ന് കയ്യും കാലും തേച്ചെങ്കിൽ ഒതുണ്ടാക്കി ഒന്ന് ശുദ്ധിയായിട്ട് ഒന്ന് ദിക്റും സലാത്തും ചൊല്ലിയിട്ട് കിടന്നതിൻ്റെ ശേഷം വർത്താനം പറയാതെയും മൊബൈലുമ കളിക്കാതെയും ഉറങ്ങണം. നല്ലൊരു പരിശീലനമാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ പരിശീലിക്കേണ്ട കാര്യം മരിക്കാനുള്ള പരിശീലനമാണ്. കാരണം ജീവിതം എന്ന പരീക്ഷയുടെ വിജയവും പരാജയവും തീരുമാനിക്കുന്നത് എങ്ങനെ മരിച്ചത് നോക്കിയിട്ടാണ്. ഒരു മനുഷ്യന്റെ ജീവിതം ശരിയായിരുന്നു എന്നതിൻ്റെ തെളിവ് എങ്ങനെയാണ് അദ്ദേഹം മരണപ്പെട്ടത് നോക്കലാണ്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, മരിക്കുമ്പോൾ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാൻ വേണ്ടി നമ്മളൊക്കെ ദ്വാരക്കും, അല്ലാഹുവേ മരിക്കണ സമയത്ത് ഒരു കെലിമല്ല ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ, ആമീൻ പറയും. മരിക്കുമ്പോൾ 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല ഒരാളുണ്ട്. ആനക്കരയിൽ ജീവിച്ചിരുന്ന കോയക്കുട്ടി മുസ്ലിയാർ എന്ന സമസ്തയുടെ പ്രസിഡന്റ്, ആനക്കര കോയക്കുട്ടി ഉസ്താദ് ചാപ്പനങ്ങാടി വാപ്പു മുസ്ലിയാരുടെ ദിക്ർ ഹൽക്ക ജീവിതകാലം മുഴുവൻ കൊണ്ടുനടന്നു. മരിക്കണതിന്റെ തൊട്ട് മുമ്പ് ചാപ്പനങ്ങാടിയുടെ ദിക്ർ ഹൽക്കാണ് നടത്തി. എന്ന് പറഞ്ഞാൽ 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് വഫാത്തായ ആളാണ് ആനക്കര കോയക്കുട്ടി ഉസ്താദ് പറഞ്ഞ ആള്. തന്നെ സംഗതി. അപ്പൊ അതുകൊണ്ട് ചെറിയ സൂക്ഷ്മത. ഈമാനോടുകൂടെ മരണപ്പെടുന്നതിന് വേണ്ട ഒന്നാമത്തെ കാര്യം ഉറക്കം സൂക്ഷിക്കണം. 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമുക്ക് ജീവിതത്തിൽ കൊണ്ടുനടക്കാൻ കഴിഞ്ഞാൽ നമ്മൾ വലിയ ആൾക്കാരാവും. ഒന്ന്, എല്ലാ നല്ല കാര്യങ്ങളും ഒതുണ്ടാക്കിയിട്ട് ചെയ്യുക. എല്ലാ നല്ല കാര്യവും ഒതുണ്ടാക്കി ചെയ്യുക. ഇപ്പം ഞാൻ ഇപ്പോൾ പ്രസംഗിക്കുന്നത് ഒതുണ്ടാക്കിയിട്ടാണ്. ഒരു കല്യാണശേഷത്തിന് പോകുകയാണ്, ഒരു ഒതുണ്ടാക്കിയാണ്ടാണ് പോവുക. ഒരു നിക്കാഹിന് പോകുകയാണ്, ഒരു ഒതുണ്ടാക്കിയാണ്ട് പോവുക. രാവിലെ അങ്ങാടിക്ക് ഓട്ടോറിക്ഷ എടുത്തുങ്ങാണ്ട് ഇറങ്ങാണ്, ഒരു ഒതുണ്ടാക്കിയാണ്ടാണ്ട് ഇറങ്ങുക. സൂപ്പർ മാർക്കറ്റ് തുറക്കാൻ പോകാൻ ഒരു ഒതുണ്ടാക്കിയാണ്ടാണ് പോവുക. ജ്വല്ലറി തുറക്കാൻ വേണ്ടി പോകാൻ ഒരു ഒതുണ്ടാക്കി പോവുക. സ്കൂൾക്ക് മാഷായിട്ട് പോകാൻ ഒരു ഒതുണ്ടാക്കിയാണ്ടാണ് പോവുക. എല്ലാ നല്ല കാര്യങ്ങളും ഒതുവോടുകൂടെ ചെയ്താൽ ജീവിതത്തിന് വലിയ മാറ്റം ഉണ്ടാവും. 2ാമത്തെ കാര്യം ബിസ്മിദായിമാക്കുക. പ്രത്യേകിച്ച് 4 കാര്യങ്ങൾക്ക് എന്തായാലും ബിസ്മി ചൊല്ലണം. എല്ലാ കാര്യങ്ങൾക്കും ബിസ്മി നിർബന്ധാക്കണം. ഒരാൾക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കുകയാണ്, ബിസ്മില്ലാ. ബിസ്മി നീട്ടിയിട്ടും ചെല്ലാൻ പറ്റും, ചുരുക്കിയിട്ടും ചെല്ലാൻ പറ്റും. ബിസ്മില്ലാഹ് എന്നും ചെല്ലാം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നും ചെല്ലാം. നമുക്ക് ബക്കറ്റ് വീഡിയോ ഒക്കെ നടത്തണ്ടേ? എവിടെ എന്നിട്ട് വയലിങ്ങനെ കഴിയും സമയമാകുമ്പോൾ. ബക്കറ്റ് വീഡിയോ ഒക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നടന്നോട്ടെ. കൈ കൊടുത്തിട്ടുണ്ടല്ലോ എല്ലാവരും. പായസം, പായസം കൊടുത്താലിപ്പം ആയിക്കോട്ടെ, ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് കൊടുത്തോളി. ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് കൊടുത്തോളി. പിരിവതിൻ്റെ ഇടയിൽ കൂടെ നടന്നോട്ടെ. ഒരു ബക്കറ്റ് കൊണ്ടുവരി.
എല്ലാവരും കായ ഇട്ടുകൊണ്ട് ബക്കറ്റിൽ ഇട്ട് കൊടുക്കണം. ബിസ്മില്ലാ. അപ്പം എല്ലാവരും ശ്രദ്ധിക്കാം. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല, വയത് തുടങ്ങിയിട്ടൊരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ കഴിയും. നിങ്ങളതിൻ്റെ ഇടയിൽ ബക്കറ്റ് പിരിവ് മറന്നാൽ ആ നൂറുദ്ദീൻ നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കണം പോകുമ്പോൾ. സാരി പൈസക്കും കൊടുക്കേണ്ടി വരും സ്വാഭാവികമായിട്ടും, അതിൻ്റെ ഒപ്പം ആണല്ലോ. അപ്പം അതിനൊക്കെയുള്ള കായ് ഇപ്പം നിങ്ങളിരുന്ന് കിട്ടേണ്ടി വരും അവർക്ക്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പൈസ എടുത്തിട്ട് കൈ പിടിച്ചോളി. ഓലിപ്പോൾ ബക്കറ്റായിട്ട് വരും, അതിലെന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കണം. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാതുല്ലാഹ് അലൈക്കും. ഇവിടെ ഇവരടുത്തൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല, ഉണ്ടെങ്കിൽ മേടിച്ചോളി. എൻ്റെ അടുത്ത് കൊണ്ടുവരണ്ടേ, ഏതായാലും ഇവരടുത്തൊക്കെ മേടിച്ചിട്ട് ഇന്ന സാസൊന്നും മേടിച്ചോളി. പെണ്ണുങ്ങളൊക്കെ എന്തായാലും കൊണ്ടുവരും, അവരൊക്കെ നല്ല മനുഷ്യന്മാരാണ്. കായ് കൊടുന്നവരൊക്കെ എടുത്ത് കൈ പിടിച്ചോളി, എന്നിട്ട് അവർ വരുമ്പോൾ അതിൽ ഇട്ട് കൊടുത്താൽ മതി. കൊടുന്നുണ്ടാവും എല്ലാവരും. പേഴ്സിൽ നിന്നൊക്കെ എടുക്കി. മറ്റേ പെണ്ണുങ്ങൾ പിന്നെ 10 തൊട്ട് ഉള്ളു വെച്ചാൽ ഇട്ടാളില്ലെങ്കിൽ ഉള്ളതിന് അനുസരിച്ചൊക്കെ നന്നാക്കിയിട്ട് കൊടുക്കുക. ഏതായാലും ഇൻഷാ അല്ലാഹ് കുറച്ച് ചിലവൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ വേണമല്ലോ. ഇൻഷാ അല്ലാഹ് ബിസ്മില്ലാ. അപ്പം ഇനി ഇവിടെ നോക്കുക എല്ലാവരും. പറയട്ടെ പറയട്ടെ പറയണേ, നിങ്ങളിങ്ങനെ നോക്കണം, എന്നാലേ പറയുള്ളൂ. കുട്ടികൾ നോക്കിയിട്ട് കാര്യമില്ല, വലിയവർ നോക്കണം. കുട്ടികളല്ലെങ്കിലും നോക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ കുട്ടികളല്ലേ ഇക്കാരം പ്രശ്നമെന്ന്. വലിയവരും കൂടെ നോക്കണം, അപ്പോഴാ പറയാം. വഅതാകൽ ഔദു യബ്കി വതദല്ലൽ ബൈന യദൈക വസ്തജാരക യാ ഹബീബി ഇൻദക ലബിയുൻ നഫൂറു യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് അലൈക്കും, സ്വലവാതുല്ലാഹ് അലൈക്കും. മുഅ്മിനീങ്ങളെ, അപ്പോൾ ഒരു മനുഷ്യന് ഈമാനോടുകൂടെ മൗത്താവാൻ ചില കാര്യങ്ങൾ സൂക്ഷിക്കണം. ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിച്ചാൽ മരണത്തിൻ്റെ സമയത്ത് ഈമാൻ നഷ്ടപ്പെടുമെന്നാണ്. നമ്മളെന്താ സാധാരണ ചെയ്യാച്ചാൽ ബാങ്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ ആ ചെയ്യണ പണിയാണ് നിർത്തിയിട്ട് വേറെ വർത്താനം തുടങ്ങും. അതാണ് സാധാരണ ചെയ്യൽ. ഇവിടെ ചളി ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ് നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും വർത്താനം പറയും. നമ്മൾ അങ്ങനെയാണ് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന്. നിസ്കാരത്തിൽ ഖുശൂ ഇല്ല എന്ന് എല്ലാവർക്കും പരാതിയാണ്. ഇപ്പോൾ നിസ്കാരത്തിൽ ഖുശൂ ഇല്ല. നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാണെങ്കിൽ 2 കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യണമെന്നാണ്. ഹലോ, പായസത്ത് പോയോ? ഇല്ലല്ലോ. നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവണമെങ്കിൽ 2 കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യണം. എന്നാലേ നിസ്കാരത്തിൽ ഇതിപ്പോൾ നമ്മൾ തക്ബീറാണ് കെട്ടിയാൽ ഉള്ള പൈസ തരാനുള്ളവരെ കണക്കും കൊടുക്കാനുള്ളവരെ കണക്കും ഒക്കെ ഇങ്ങനെ മനസ്സിന് വരികയാണ്. 2 കാര്യങ്ങൾ സൂക്ഷിക്കാത്തതാണ് പ്രശ്നം. നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവാൻ 2 കാര്യങ്ങൾ സൂക്ഷിക്കണം. 1, ബാങ്ക് മുഴുവനായും കേൾക്കണം. അവർക്കാണ് നിസ്കാരത്തിൽ ഖുശൂ കിട്ടുക. 2, കാമിലായ ഒളു ചെയ്യണം. ഒളു പല ഐറ്റവും ഉണ്ട്. തട്ടിപ്പിലുള്ള ഒളുണ്ട്, കാമിലായ ഒളുണ്ട്, നാക്കിസായ ഒളുണ്ട്, പല ഒളുണ്ട്. മുഖം ഒരോട്ടം കഴുകി, കൈ ഒരോട്ടം കഴുകി, തല ഒരോട്ടം തടഞ്ഞ് കാലും കഴുകിയാൽ ഏറ്റവും ചെറിയ ഒളു ആവും. അത് പറ്റും. പക്ഷെ നിസ്കരിക്കാൻ അതൊന്നും പോരാ. കാമിലായ ഒളു ഉണ്ടായിരിക്കണം. മുൻകൈ കഴുകണം. മുൻകൈ കഴുകുമ്പോഴുള്ള ദുആ നടത്തണം.
വായിൽ വെള്ളം കയറ്റി ചീറ്റണം, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം. വായിൽ വെള്ളം കുപ്പിളിക്കണം, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം. കൈ രണ്ടും കഴുകണം, തല മുഴുവനായും തടവണം, ചെവി തടവണം, കാല് കഴുകണം. ഒതുണ്ടാക്കി കഴിഞ്ഞിട്ട് രണ്ട് കൈയും കണ്ണും ആകാശത്തേക്ക് ഉയർത്തി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതദഹിരീന വജഅൽനി മിൻ ഇബാദികസ് സാലിഹീൻ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക എന്ന് ദുആ ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്നതിനാണ് കാമിലായ വുളു എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഉണ്ടായാലേ നിസ്കാരത്തിൽ ഖുശൂ കിട്ടുള്ളൂ. ഒന്ന്, ബാങ്ക് മുഴുവനായും കേൾക്കണം. രണ്ട്, കാമിലായ വുളു ഉണ്ടാവണം. ഹാറൂൺ റഷീദ് എന്ന പേരായിട്ട് ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. നമ്മളെ കുട്ടികളൊക്കെ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് അമീൻ മഅ്മൂൻ എന്ന് പറഞ്ഞിട്ട് രണ്ടാളുകളുടെ താരീഖ് പഠിക്കലുണ്ട്. ചെറിയ താരീഖിൻ്റെ ബുക്കിലൊക്കെ ഉണ്ടാവും അമീൻ മഅ്മൂന്. അമീൻ മഅ്മൂൻ്റെ താരീഖ് പഠിക്കുന്നത് അള്ളാഹുവിൻ്റെ വലിയ ദറജ വാങ്ങിയ രണ്ടാൾക്കാരായിരുന്നു ഈ അമീനും മഅ്മൂനും. അതിൻ്റെ കാരണം അവർ ഉസ്താദിൻ്റെ ചെരുപ്പ് നേരാക്കി കൊടുക്കാൻ വേണ്ടി മത്സരിച്ചു എന്നതാണ് അവർക്ക് വലിയ ദറജ കിട്ടാൻ വേണ്ടി കാരണം എന്ന് ചെറിയ കുട്ടികളെ മദ്രസയിലെ താരീഖ് എന്ന പാഠപുസ്തകത്തിലുണ്ട്. ഈ അമീൻ മഅ്മൂനിൻ്റെ വാപ്പയാണ് ഹാറൂൺ റഷീദ് പറഞ്ഞത്. രാജാവായിരുന്നു. ഹാറൂൺ റഷീദ് കല്യാണം കഴിച്ചു. അങ്ങനെ അദ്ദേഹം ഭാര്യയെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആദ്യത്തെ ഒരു ദിവസം നിന്നു. രാവിലെ പറഞ്ഞു, ഞാൻ ഇവിടെ നിൽക്കൂല, ഞാൻ പോവുകയാണ് പറഞ്ഞു. അപ്പോൾ ഹാറൂൺ റഷീദ് ചോദിച്ചു, എന്താന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, എനിക്ക് പുടിയാറച്ചതിൻ്റെ ശേഷം ഞാൻ സുബഹിൻ്റെ ബാങ്ക് കേൾക്കാത്ത ദിവസം ഉണ്ടായിട്ടില്ല. ഇവിടെ വന്നതിൻ്റെ ശേഷം സുബഹിൻ്റെ ബാങ്ക് കേട്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ പോവുകയാണ് പറഞ്ഞു. അങ്ങനെ ഹാറൂൺ റഷീദ് രാജാവ് കൊട്ടാരത്തിൻ്റെ അടുത്ത് ഒരു പള്ളി ഉണ്ടാക്കി. ആ പള്ളിയിൽ ഒരു ബാങ്ക് കൊടുക്കുന്ന ആളെ നിശ്ചയിച്ചിട്ട് സുബഹിൻ്റെ ബാങ്ക് കേൾക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടാണ് ഭാര്യനെ കൂട്ടിക്കൊണ്ടുവന്നതെന്നാണ്. അതിലുണ്ടായ കുട്ടികളാണ് അമീനും മഅ്മൂന് പറഞ്ഞ ആൾക്കാർ. അതാണ് കുട്ടികളുടെ ഗുണത്തിൻ്റെ കാരണം. ഒരു ബാങ്ക് കേൾക്കാത്തതിന് തെറ്റിപ്പോകുക എന്ന് പറഞ്ഞാൽ നമ്മൾ ബാങ്ക് കേട്ട് സുബഹിക്ക് അങ്ങനെ ബാങ്ക് ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് തന്നെ കുറേ കാലമായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളെ നിലവിലുള്ള അവസ്ഥ. സുബഹിക്കൊരു ബാങ്കും ഉണ്ടില്ലേ എന്ന് അറിഞ്ഞിട്ട് തന്നെ ഒരുപാട് കാലമായി. ഇതാണ്. അപ്പോൾ നിസ്കാരത്തിൽ ഭക്തി ഉണ്ടാവണമെങ്കിൽ രണ്ട് കാര്യം ചെയ്യണം. ഒന്ന്, ബാങ്ക് മുഴുവനായും ശ്രദ്ധിച്ച് കേൾക്കണം. രണ്ടാമത്തേത്, കാമിലായ വുളു ഉണ്ടായിരിക്കണം. അത് രണ്ടുണ്ടായാലാണ് ഖുശൂ കിട്ടുക. അപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചെറിയ കാര്യമാണ്. ഒന്ന്, ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും വുളു ഉണ്ടായിരിക്കുക. രണ്ടാമത് പറഞ്ഞത്, ഏത് കാര്യങ്ങൾക്കും ബിസ്മി ചൊല്ല. ബിസ്മി നീട്ടിയിട്ടും ചൊല്ലാൻ പറ്റും, ബിസ്മി ചുരുക്കിയിട്ടും ചൊല്ലാൻ പറ്റും. നീട്ടിച്ചൊല്ല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ചുരുക്കി ചൊല്ലല് ബിസ്മില്ലാ. ഹദീസിൽ ചുരുക്കി ചൊല്ലിയിട്ടുണ്ട്. കുല്ലു അംരിൻ ദീ ബാലിൻ ലാ യുബ്ദഉ ബിസ്മില്ലാഹി ഫഹുവ അബ്തറു. ബിസ്മി കൊണ്ട് തുടങ്ങാത്ത എല്ലാ കാര്യങ്ങളും ഖൈർ ബറക്കത്തിനെ തൊട്ട് മുറിഞ്ഞു പോയതായിരിക്കും. അപ്പം എല്ലാ നല്ല കാര്യങ്ങൾക്കും ബിസ്മില്ല. എടുക്കലൊന്ന് ഇറങ്ങുകയാണ്, ബിസ്മില്ല. ചെരുപ്പിടുകയാണ്, ബിസ്മില്ല. വസ്ത്രം ധരിക്കുകയാണ്, ബിസ്മില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ജീവിതത്തിൽ, അത് നമ്മളെ ദുന്യവിയായ കാര്യമാണെങ്കിലും, രാവിലെ കന്നൂട്ടാൻ വേണ്ടി പോയതാണ്, ആ നഖമൊക്കെ വെച്ചിട്ടിട്ട് കന്നിനെ പാടത്തേക്കണ്ട് ഇറക്കുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിൻ്റെ ഗുണം എന്തായാലും കാണും. തെങ്ങമ്മ കയറാൻ വേണ്ടി പോയതാണ്, ആദ്യത്തെ തെങ്ങമ്മ കയറുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങനെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ബിസ്മി ശീലമാക്കുക. വലിയ മാറ്റം ഉണ്ടാവും. ഞാനീ പറയുന്ന കാര്യമൊക്കെ വളരെ നിസ്സാരവും ജീവിതത്തിൽ ചെയ്യാവുന്നതും എന്നാൽ അത് ചെയ്താൽ വലിയ ദറജ എത്തിപ്പിടിക്കാവുന്നതുമായ കാര്യമാണ്. മീൻ കച്ചവടമാണ്. ഒരാൾക്ക് മീൻ കൊടുക്കുകയാണ്, ബിസ്മി എല്ലീറ്റ് കൊടുക്കുക. പൈസ വാങ്ങുകയാണ്, ബിസ്മി എല്ലീറ്റ് വാങ്ങുക. ബാക്കി കൊടുക്കുകയാണ്, ബിസ്മി എല്ലീറ്റ്. എന്തിനതിങ്ങനെ എണ്ണി പറഞ്ഞു വെച്ചാൽ കുറേ എണ്ണി പറയുമ്പോഴാണ് എവിടെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കൊളുത്തുക. അതിന് വേണ്ടിയിട്ടാണ്. എല്ലാവരേറ്റും ബന്ധപ്പെടുന്ന കുറേ ഏതെങ്കിലും കാര്യം ഉണ്ടാവും. അപ്പം അതിന്മേൽ കൊളുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എണ്ണി പറയണത്. എന്ത് കാര്യമാണെങ്കിലും. ബിരിയാണി വെക്കാൻ വേണ്ടി പോയതാണ്. ചമ്പൊക്കെ അടുപ്പത്ത് വെച്ചിട്ട്
ആദ്യം ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ വേറൊന്നുകൂടി സൂക്ഷിക്കാണ്ട് ബിസ്മി മാത്രം പോരാ. ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ അഴുത് കൂടി ഉണ്ടായിരിക്കണം. അതെന്താ വെച്ചാൽ ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി തീയിനെയാണ് ഉപയോഗിക്കുന്നത്. തീ എന്ന് പറയുന്നത് പിശാചിൻ്റെ മെറ്റീരിയലാണ്. അഗ്നി കൊണ്ടാണ് ശൈത്താനെ പടച്ചിട്ടുള്ളത്. അതുകൊണ്ട് പിശാചിൻ്റെ മെറ്റീരിയലിനെ ഉപയോഗപ്പെടുത്തുന്നതിനാൽ തീ കൊടുക്കുന്ന സമയത്ത് അഴുത് കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്ന് ചായക്ക് തീ പിടിപ്പിക്കുമ്പോൾ ബിസ്മി മാത്രമല്ല, അവിടെ അഴുതും കൂടി വേണം. എല്ലാ കാര്യങ്ങൾക്കും ബിസ്മിയാണ്. അപൂർവമായ ചില സന്ദർഭങ്ങളിലാണ് അഴുതുള്ളത്. ഒന്ന് ഖുർആൻ ഓത്ത് തുടങ്ങുമ്പോൾ അഴുത് വേണം, വേറൊന്ന് തീ പിടിപ്പിക്കുമ്പോൾ അഴുത് വേണം. അങ്ങനെ കലം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആദ്യമായിട്ട് വെള്ളം ഒഴിക്കുകയാണ്, ബിസ്മില്ലാ. അങ്ങനെ പ്രധാന ഭക്ഷണം ഇടാണ്. ചോറാണെങ്കിൽ അരി ഇടുമ്പോൾ പിന്നെയും ഒരു ബിസ്മില്ല. കറി ഉണ്ടാക്കുകയാണ്, ഇറച്ചിടുമ്പോൾ ഒന്നും കൂടി ബിസ്മില്ല. അങ്ങനെ ആവർത്തിക്കണം. ബിസ്മി നമ്മളെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് വരണം, ജീവിതം മാറും. മൂന്നാമത്തെ ഒരു കാര്യം വലത്തേതിനെ മുന്തിക്കലാണ്. ഒന്നാമത്തെ കാര്യം ഒളുണ്ടാക്കലാണ്. രണ്ടാമത്തെ കാര്യം ബിസ്മിദായിമാക്കലാണ്. മൂന്നാമത്തെ കാര്യം വലത്തേതിനെ മുന്തിക്കലാകുന്നു. പ്രത്യേകിച്ച് 4 കാര്യങ്ങൾക്ക് വലത്തേതിനെ മുന്തിക്കണം. തിന്നുക, കുടിക്കുക, കൊടുക്കുക, വാങ്ങുക. 4 കാര്യങ്ങൾ. പൊതുവെ ഇവിടെ റേഞ്ച് കുറവാണ്. ഇപ്പം റേഞ്ച് പറ്റ പോയിട്ടുണ്ട്. ഏതായാലും പായസം കൊടുക്കലോ കഴിഞ്ഞില്ലേ? പിരിവ് കഴിഞ്ഞില്ലേ? ബക്കറ്റ് പിരിവ്, പായസം കൊടുക്കൽ കഴിഞ്ഞോ? കുട്ടികളെ ഉണ്ടായിരിക്കട്ടോ, നല്ല കുട്ടികളായിട്ട്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒന്ന് നോക്കി കിട്ടണം. അതിനിപ്പോൾ ഞാൻ എന്താ കാട്ടുകയെന്ന് അറിയാത്ത എനിക്ക്. പെണ്ണുകൾ കുറേയൊക്കെ നോക്കുന്നുണ്ട്, ആണുങ്ങൾ ഇങ്ങനെ റേഞ്ച് വിട്ട് പോവുകയാണ്. എന്താ അപ്പോൾ കാരണം എന്ന് എനിക്ക് മനസ്സിലായില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചിലപ്പം കുറച്ച് റേഞ്ച് വരും. ഒന്ന് ചൊല്ലി നോക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒന്നും കൂടി. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനൊന്നല്ല, കുട്ടികളെ ഉറക്കാൻ വേണ്ടി ചെല്ലും പോലെ ചെല്ലി. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ എല്ലാ കുട്ടികളും ഉണ്ടാതിരിക്കുമെന്നാണ്. ഇനെന്തെങ്കിലും വേദനയൊക്കെ ഉണ്ടായിട്ട് കരയണ കുട്ടിയാണെങ്കിൽ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കൊടുത്താൽ കരച്ചിൽ നിർത്തുന്നതാണ്. അതുകൊണ്ട് ഈ കുട്ടികളെ താരാട്ട് പാടുന്നത് 3 സ്റ്റേജാണ്. ആദ്യത്തെ 4 മാസത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമാണ് ചൊല്ലേണ്ടത്. രണ്ടാമത്തെ 4 മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ്ഹ് ചെയ്യുന്ന എന്തെങ്കിലും പാട്ടുകളൊക്കെ പാടാം. മൂന്നാമത്തെ 4 മാസം, അപ്പോൾ 8 മാസം കഴിഞ്ഞു. പിന്നെ ഇനി 4 മാസം മാതാപിതാക്കളെ പരിചയപ്പെടുത്തുന്ന പാട്ടുകൾ പാടാവുന്നതാണ്. അപ്പോൾ താരാട്ട് പാടുമ്പോൾ ആദ്യത്തെ 4 മാസം അള്ളാഹുവിനെ പറ്റി പറയുന്ന പാട്ട് മാത്രമാണ് പാടേണ്ടത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. രണ്ടാമത്തെ 4 മാസത്തിലേക്ക് കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുന്ന യാ നബിയൊക്കെ ചൊല്ലാം. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. തുടക്കത്തിൽ തന്നെ ഇല്ല, 4 മാസം എന്ത് മാത്രമേ ഉള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് 5-ാമത്തെ മാസത്തിലേക്ക് കടന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ്ഹ് ചെയ്യുന്ന പാട്ട് മലയാളത്തിൽ പാടാം, അറബിയിലാവാം. എന്തായാലും രണ്ടാമത്തത് സ്വലാത്തിൻ്റെ മക്കാമാണ്. മൂന്നാമത്തെ 4 മാസത്തിലേക്ക് കടക്കുമ്പോഴാണ് മാതാപിതാക്കൾ അമ്മാൻ്റെ അങ്ങനത്തെ കുട്ടിയല്ലേ, ഉറങ്ങിക്കോ കുഞ്ഞേ മാണിക്ക കല്ലേന്നൊക്കെ 8 മാസം കഴിഞ്ഞിട്ടാണ്. 120
പിന്നെ അതായത് പിന്നെ 8 4 12 മാസം. 12 മാസമാണ് ശരിക്കും താരാട്ട് പാട്ട് പാടുന്ന കാലം. ഒരു വയസ്സ് തികയണത് വരെ, അതുവരെയാണ് പാട്ട്. അപ്പോൾ ഈ പാട്ട് ഇങ്ങനെ 3 സ്റ്റേജായിട്ടാണ് പാടേണ്ടത്. അപ്പോൾ ഏത് കുട്ടിയും ലായിലായത് എല്ലാവരും റേഞ്ച് കിട്ടും. നിങ്ങൾക്കിപ്പോൾ അതുകൊണ്ട് റേഞ്ച് കിട്ടണില്ല എന്നാണ് തോന്നുന്നത്. ഞാൻ അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ എന്താ ഉണ്ടാകുക എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും കുറച്ച് റേഞ്ചൊക്കെ നിങ്ങൾ വന്നാലല്ലാതെ ഇപ്പോൾ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. അതിനപ്പോൾ എന്താ നമ്മൾ കാട്ടുക? എന്താ കാട്ടുക? ഇപ്പം കുറച്ചൊക്കെ വരുന്നുണ്ട് തോന്നുന്നുണ്ട് അല്ലേ? തലയൊന്നും ഇളകണില്ല ഞാൻ എന്ത് ചോദിച്ചാലും. പിന്നെ എന്ത് റേഞ്ച് അങ്ങക്ക് ഉള്ളത്? കുറച്ചൊക്കെ റേഞ്ച് കിട്ടുന്നുണ്ട് തോന്നുന്നുണ്ട് അല്ലേ? ഇൻഷാ അല്ലാഹ്. ഏതായാലും ഇപ്പോൾ പറഞ്ഞു പോയാനാക്കുക. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാശയം, ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഒരാളുടെ ജീവിതം ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കൽ അയാൾ എങ്ങനെയാണ് മൗത്തായത് നോക്കലാണ്. ചില ആൾക്കാർ മരിച്ചോടത്തി നമ്മൾ പോയിട്ട് വരുമ്പോൾ നമ്മൾ പറയും, പിന്നെ എന്തോ ഒരു നല്ല മനുഷ്യനായിരുന്നു, മരിച്ചു എന്ന് തോന്നൂല, മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ ചിരിച്ചിങ്ങാണ്ട് ഇങ്ങനെ കിടക്കുകയാണ് എന്നേ തോന്നുള്ളൂ എന്ന് പറയും. ഒരു മനുഷ്യൻ്റെത് നല്ല മരണമായിരുന്നു എന്നതിൻ്റെ തെളിവ് അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് വർണ്ണിച്ച് പറയാൻ കഴിയുന്നു എന്നതാണ്. ഇപ്പോൾ വാപ്പ മരിച്ചോടത്ത് ചെന്നിട്ട് മകനോട് ചോദിച്ചു, എന്താ വാപ്പാക്ക് എന്താ അസുഖം, എങ്ങനെയാണ് മരിച്ചത് എന്ന് ചോദിച്ചു. അതിൽ മോൻ പറഞ്ഞു, വാപ്പാക്ക് കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വെള്ളിയാഴ്ച രാവിലെ സാധാരണ മരിച്ചവർക്ക് വേണ്ടി യാസീൻ ഓതി ദ്വാരക്കും ഒരു മങ്കൂസ് മോലും ഓതും, അതോതി. ഹദ്ദാദ് ചെല്ലൽ പതിവുണ്ട്, അതും ചെല്ലി. ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് ചോറ് കഴിച്ചങ്ങാണ്ട് മൂത്രമൊഴിച്ച് ഒതുണ്ടാക്കിയിട്ട് കടക്കാൻ പോയതാണ് വെള്ളിയാഴ്ച രാവിലെ. കടക്കാൻ പോയോടത്തുനിന്ന് കുട്ടികളെ എനിക്ക് ഇതിൽ കൂടി ഒരു വേദന ഉണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും കൂടിയും ചെന്നു. വാപ്പ ഇങ്ങനെയാണ് തളർന്നു. ഞങ്ങൾ സംസം വെള്ളം കൊടുത്തു. ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് 3 വട്ടം ചൊല്ലിയിട്ട് ഒന്നിങ്ങനെ വലിച്ചു. പിന്നെ വാപ്പ മുണ്ടിയില്ല എന്ന് പറയുമ്പോൾ പറയണത് വാപ്പ മരിച്ചു എന്നാണെങ്കിലും പറയണേനും കേൾക്കണേനും ഒരു രസമുണ്ട്. അതിനെയാണ് നല്ല മരണം എന്ന് പറയുന്നത്. നല്ല മരണമുണ്ടാവണമെങ്കിൽ ചില കാര്യങ്ങളെ സൂക്ഷിക്കണം എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ് ചീത്ത മരണം. ചീത്ത മരണം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ മരിച്ചോടത്ത് പോയിട്ട് വരുമ്പോൾ നമ്മൾ പറയും, ഇനിയിപ്പോൾ ഒന്നും മുണ്ടണ്ട, ആള് മരിച്ചില്ലേ എന്ന് പറഞ്ഞാൽ മനസ്സിലായി മുണ്ടാൻ പറ്റിയ കോലത്തിലല്ല ഉള്ളത്. ഇതാണ് സംഗതി. അപ്പം നല്ല മരണം എന്ന് പറഞ്ഞാൽ ഒരാൾ മരണപ്പെട്ടതിന് ശേഷം മുഅ്മിനീങ്ങളായ മനുഷ്യന്മാർ അയാളെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയലാണ്. ഉദ്കുറൂ മഹാസിന മൗതാക്കും, നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഗുണഗണങ്ങൾ നിങ്ങൾ പറയണേ എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പം അതാണ്. അപ്പം അതിനെന്തൊക്കെ വേണമെന്നാണ് പറഞ്ഞത്. ആദ്യം ഞാൻ പറഞ്ഞത് ഉറക്കം സൂക്ഷിക്കണം. എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെ മരിക്കും. ഇതിപ്പോൾ മജ്ലിസ് നൂറിൻ്റെ വാർഷികം കൂടിയാണല്ലോ. ഹൈദർലി ശിഹാബ് തങ്ങൾ പാപ്പ ചെല്ലാൻ പറഞ്ഞിട്ടാണ് നമ്മൾ മജ്ലിസ് നൂർ ചെല്ലണത്. മജ്ലിസ് നൂറിന് നമ്മൾ പല സ്ഥലത്തും ദ്വാരക്കാൻ വേണ്ടി ചെല്ലലുണ്ട്. അതാണ് സ്വാഗതം. അപ്പോൾ ദ്വാരക്കാൻ കുറേ കടലാസ് ഉണ്ടാവും. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ ദ്വാരക്കുമ്പോൾ വരും, ഒക്കെ വന്നോട്ടെ. ഗൾഫിലുള്ള മകൻ്റെ ജോലി ശരിയാവാൻ ദ്വാരക്കണ്ട തന്നെ കേട്ടോ, വേണ്ടാന്നല്ല. മക്കൾ സ്വാലിഹീങ്ങളാവാൻ, ഗൾഫിലുള്ള ഭർത്താവിന് കടം വീടാൻ, പെരപ്പണി തീരാൻ, രോഗം ശിഫയാവാൻ, ഊരവേദന മാറാൻ, കാലിൻ്റെ വിരൽ വെച്ചുത്തിയിട്ട് തള്ളാൻ വിരലിൻ്റെ നഖം പോകുന്നത് ശരിയാകാൻ, ഇതിനൊക്കെയാണ് നമ്മൾ മജ്ലിസിൽ വരുന്നത്. ഹൈദർലി ശിഹാബ് തങ്ങൾ പാപ്പ മജ്ലിസുന്നൂർ ചെല്ലാൻ പറഞ്ഞത് കാലിൻ്റെ നഖം പോകുന്നത് ശരിയാകാനായിരുന്നു. അല്ല, അതൊക്കെ നടക്കൂല എന്നല്ല ഞാൻ പറഞ്ഞത്. അതിനൊക്കെ ദ്വാരക്കണ്ടവും തന്നെയാണ്. എഴുത്തൊക്കെ വന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഹൈദർലി ശിഹാബ് തങ്ങൾ പാപ്പ എന്തിനാ എല്ലാം പറഞ്ഞേക്കണേ? ഊരവേദന മാറാനായിരുന്നു? അല്ലല്ലോ, പിന്നെന്തിനെ? ദാഹം മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരിങ്ങളാൽ
തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു മനുഷ്യൻ ജീവിതകാലത്ത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളെ മരിക്കുമ്പോൾ കാണുമെന്നാണ്. ഏത് മനുഷ്യനും ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ആദ്യം സംഭവിക്കുക അയാളുടെ കണ്ണ് യാത്ര പറയാണ് ചെയ്യുക. ഫസ്റ്റ് ഭൂമിയിൽ നിന്ന് നോട്ടാണ് അവസാനിപ്പിക്കുക. ആദ്യം കണ്ണുകൊണ്ടാണ് യാത്ര പറയുന്നത്. നോട്ടം ആദ്യം അവസാനിപ്പിക്കും. നോട്ടം അവസാനിച്ചു കഴിഞ്ഞാൽ ഇയാൾ ആരെയാണ് കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാവൂല. അയാൾക്ക് മാത്രമാണ് കാണുക. ഹയാത്തിലുള്ള ആൾക്കാരെയും കാണും, മരിച്ച ആൾക്കാരെയും കാണും. ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ ആരെയാണോ ഇഷ്ടപ്പെട്ടത് ആ ആളെ മരിക്കുമ്പോൾ കാണും. അത് ബദിരീങ്ങളായി കിട്ടണം. അതിനുള്ള മജ്‌ലിസുന്നൂറ് കട്ടിലുമ്പോൾ ഇങ്ങനെ നീണ്ടു തീർന്ന് കിടക്കുമ്പോൾ എവിടെയാണെങ്കിലും, പെരയിലാണെങ്കിലും ആശുപത്രിയിലാണെങ്കിലും എവിടെയാണെങ്കിലും 313 ബദിരീങ്ങൾ വന്നിട്ട് വട്ടത്തിൽ ഇങ്ങനെ നിൽക്കണം. അതിനാണ് ആയുധൽ ഷാ തങ്ങൾ ബാബ മജ്‌ലിസുന്നൂറ് എല്ലാം പറഞ്ഞിട്ടുള്ളത്. കടം വീടൽ അതിൻ്റെ ഒപ്പം ഓട്ടോമാറ്റിക്കാണ്. പെരപ്പണി തീരൽ അതിൻ്റെ ഒപ്പം ഓട്ടോമാറ്റിക്കായിട്ടാണ് നടക്കും. മുതലിൽ ബർക്കത്തുണ്ടായാലും അതിൻ്റെ ഒപ്പം ഓട്ടോമാറ്റിക്കായിട്ടാണ് നടക്കും. മക്കളെ കല്യാണം ശരിയായാലും അതിൻ്റെ ഒപ്പം ഓട്ടോമാറ്റിക്കാണ് നടക്കും. കുട്ടികൾക്ക് നാഫിയ ഇൽമ പഠിയാൽ അതിൻ്റെ ഒപ്പം ഓട്ടോമാറ്റിക്കായിട്ടാണ് നടക്കും. ഏത് ശരിയായാൽ ആക്കിബത്തന്നെ ശരിയാവുമ്പോൾ അതിനാണ് ചെല്ലാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് മജ്‌ലിസുന്നൂറിൻ്റെ നിയ്യത്ത് എന്താ? ആക്കിബത്ത് നന്നാവല്. അങ്ങനെയാണ്. അപ്പം അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതിന് സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെയായിരിക്കും മരിക്കുക. ഉറക്കത്തിൽ സൂക്ഷ്മതയുണ്ടോ മരണത്തിൻ്റെ സമയത്ത്? മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉറങ്ങുമ്പോൾ ധരിക്കാൻ വേണ്ടി ഒരു പുതിയ വസ്ത്രമുണ്ടായിരുന്നു എന്നാണ് സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉറങ്ങുമ്പോൾ ഏതാ ധരിക്കുക? ഉള്ളിലേക്ക് കീറിയത്. അതുകൊണ്ട് തന്നെ മരിക്കുമ്പോഴും ഉള്ളിലേക്ക് കീറി എടുക്കേണ്ടി വരും. വെള്ളത്തുണി വെള്ളക്കുപ്പായ എടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും ഉണ്ടല്ലോ ഒരു നല്ല കള്ളിത്തുണി അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉറങ്ങുമ്പോൾ ധരിക്കാൻ ഒരു പുതിയ വസ്ത്രമുണ്ടായിരുന്നു എന്ന് സയ്യിദുന ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. അതന്നെ. അതുകൊണ്ടാണ് വൃത്തിയുള്ള സ്ഥലത്ത് കടന്നിട്ട് ഉറങ്ങണം എന്ന് പറയണേ. എങ്ങനെയുണ്ട് ഉറങ്ങരുത്. എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെ മരിക്കും. കാരണം നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരിശീലനം നേടുന്നത് ഉറങ്ങാനാണ്. അതിനാൽ ഉറക്കം പോലെയായിരിക്കും മൗത്ത്. നല്ലോണം സൂക്ഷിക്കണം എന്നാണ് ഒന്ന് പറഞ്ഞത്. രണ്ടാമത് ഞാൻ പറഞ്ഞത് ആക്കിബത്ത് കേടുവരുത്തുന്ന ചില ഘടകങ്ങളുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ബാങ്ക് വിളിക്കുമ്പോൾ സംസാരിക്കൽ. ആക്കിബത്ത് കേടുവരുത്തും. ഗുരുവിനെ നിസ്സാരമാക്കൽ ആക്കിബത്ത് കേടുവരുത്തും. ഉസ്താദുമാരെ നിസ്സാരമാക്കിയാൽ ആക്കിബത്ത് കേടുവരും. ഗുരുവിനെ നിസ്സാരമാക്കൽ, മാതാപിതാക്കളെ ഇൻസൾട്ട് ചെയ്താലും മാതാപിതാക്കളെ പേര് കൊണ്ട് അഭിസംബോധനം ചെയ്താലും ആക്കിബത്ത് കേടുവരും. മാതാപിതാക്കളെ പേര് വിളിച്ച് അഭിസംബോധന ചെയ്താൽ ആക്കിബത്ത് കേടുവരും. അങ്ങനെ ആക്കിബത്ത് ചീത്തയാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. നല്ലോണം സൂക്ഷിക്കണം. അതിന് മനുഷ്യന് ശക്തി നൽകുന്ന ചില കാരണങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, എല്ലാ കാര്യങ്ങൾക്കും ഒളു ഉണ്ടായിരിക്കുക. 2, എല്ലാ കാര്യം ചെയ്യുമ്പോഴും ബിസ്മില്ല. 3, വലത്തേതിനെ മുന്തിക്കുക. അവിടെയാണ് നമ്മൾ പറഞ്ഞെത്തിയത്. പ്രത്യേകിച്ച് 4 കാര്യങ്ങൾ വലത്തേത് കൊണ്ട് മാത്രമേ ചെയ്യാവൂ. തിന്നുക, കുടിക്കുക, കൊടുക്കുക, വാങ്ങുക. 4 കാര്യം വലത്തേത് കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. തിന്നുക, കുടിക്കുക. അത് ചോറയിച്ചതിൻ്റെ ശേഷം പിന്നെ വെള്ളം കുടിക്കുകയാണെങ്കിലും ശരി, വലത്തേതുകൊണ്ട് കുടിച്ചാൽ മതി. കല്യാണത്തിനാണെങ്കിൽ ഡിസ്പോസബിൾ ഗ്ലാസ്സാണ്. നമ്മളെ കുടി കഴിഞ്ഞാൽ വലിച്ചെറിയും. പിന്നെ ഇടത്തേതുകൊണ്ട് കുടിക്കേണ്ട ഒരു ആവശ്യമില്ല. പെരയിലാണെങ്കിൽ നമ്മൾ തന്നെ ഒന്നാണ് കഴുകി വെച്ചാൽ മതി. അപ്പോഴും അതിൻ്റെ ആവശ്യമില്ല. ഹോട്ടലിലാണെങ്കിൽ കഴുകാനുള്ള പൈസയും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോഴും അതിൻ്റെ ആവശ്യമില്ല. പിന്നെ എന്തിനാ ഇടത്തെ കൈ? പിന്നെ ആൾക്കാരുടെ ഇടയിലാകുമ്പോൾ ഒരു ഐബ് ഉണ്ടാകരുത്. അതിനെന്ത് ചെയ്യണം? ദേശം അടിക്ക് പിടിക്കണം. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കണം. ഇങ്ങനെ പിടിച്ചും കണ്ട് എറപ്പാക്കരുത് എന്ന് മാത്രം. വലത്തേതുകൊണ്ടേ പിടിക്കാവൂ. പക്ഷെ പിടിക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചാൽ ഐബില്ലാതെ ചെയ്യാൻ വേണ്ടി പറ്റും. എന്തായാലും തിന്നുക, കുടിക്കുക, കൊടുക്കുക, വാങ്ങുക. 4 കാര്യം വലത്തേതുകൊണ്ട്. എന്നാൽ ചോറയിക്കാൻ കെggേണ്ടത് വലത്തേ കൈയല്ല.
ചോറ് കഴിക്കാൻ വേണ്ടി കഴുകേണ്ടത് 2 കൈയുമാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി കഴുകേണ്ടത് കൈ കഴുകണം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വായയും കഴുകണം. ഏത് കൈ? 2 കൈയും കഴുകണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും 2 കൈയാണ് കഴുകേണ്ടത്. വലത്തേത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. എന്നാലും ഏത് കഴുകണം? ഇടത്തേത് കഴുകണം. അതെന്താണ്? അതിന് ഇത്തിബാഅ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു എന്നുള്ളതാണ് കാരണം. വേറൊരു കാരണം വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചെയ്താൽ പിന്നെ അതിന് വേറെ കാരണമൊന്നും വേണ്ട. നബി തങ്ങൾ ചെയ്തു എന്നുള്ളതന്നെ കാരണം. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് 2 കൈ കഴുകുന്നത്? വായയിലേക്ക് എന്തൊരു സാധനം വെക്കുകയാണെങ്കിലും വലത്തേതുകൊണ്ടാണ് വെക്കേണ്ടത്. അങ്ങനെ മീൻ തിന്നപ്പം മുള്ളു കുടുങ്ങി, എന്നാൽ പിന്നെ വലത്തേതുകൊണ്ട് എടുക്കാൻ പാടില്ല. വായയിൽ നിന്നൊരു സാധനം തിരിച്ചെടുക്കേണ്ടത് തല ഇടത് വശത്തേക്ക് തിരിച്ചു പിടിച്ചതിന് ശേഷം ഇടത്തെ കൈ കൊണ്ടാണ് എടുക്കേണ്ടത്. അതിനു വേണ്ടിയാണ് ഇടത്തെ കൈ ആദ്യം കഴുകി വെച്ചിട്ടുള്ളത്. ഭക്ഷണം കഴിക്കാൻ 2 കൈയാണ് കഴുകേണ്ടത്. കഴിക്കേണ്ടത് വലത്തേതുകൊണ്ടാണ്. ഇങ്ങോട്ട് എന്തെങ്കിലും എടുക്കണമെങ്കിൽ വലത്തേതുകൊണ്ട് എടുക്കാൻ പറ്റൂല, അത് ഇടത്തേതുകൊണ്ടാണ് എടുക്കേണ്ടത്. അതിനാണ് ഇടത്തെ കൈ ആദ്യം കഴുകി വെച്ചിട്ടുള്ളത്. അപ്പോൾ കുട്ടികളൊക്കെ കൈ കഴുകാൻ ശീലിപ്പിക്കണം. കുട്ടികൾക്ക് വേണ്ടി ഉമ്മമാർ ബിസ്മി ചൊല്ലണം. കുട്ടികൾക്ക് വേണ്ടി ഉമ്മമാർ കൈ കഴുകണം. ഏത് കൈ? 2 കൈ കൊണ്ട് കഴുകണം. കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഉമ്മ കൈ കഴുകണ്ടേ? ഏത് കൈ? 2 കൈയും കഴുകണം. കുട്ടികൾക്ക് വേണ്ടി ഉമ്മ ബിസ്മി ചൊല്ലണം. എങ്ങനെ ചൊല്ലുക? മറ്റൊരാൾക്ക് വേണ്ടി ചൊല്ലുന്ന ബിസ്മിയാണെങ്കിൽ അയാൾ കേൾക്കുന്ന തരത്തിൽ ചൊല്ലണം. അപ്പൊ കുട്ടിക്ക് വേണ്ടി ബിസ്മി ചൊല്ലുമ്പോൾ കുട്ടി കേൾക്കുന്ന രൂപത്തിൽ ചൊല്ലണം. ഉമ്മ അങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മനസ്സ് ചൊല്ലിയിട്ടൊന്നും കാര്യമില്ല. മറ്റൊരാൾക്ക് വേണ്ടി എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അയാൾ കേൾക്കണം. അപ്പൊ അയാൾ കേൾക്കുന്ന തരത്തിൽ. അപ്പൊ കുട്ടികൾക്ക് വേണ്ടി ബിസ്മില്ലാണ്. ബിസ്മില്ലാന്ന് രേശം ഉറക്ക ചൊല്ലണം. ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എല്ലാവർക്കും വേണ്ടി ഒരാൾ ബിസ്മില്ല മതിയാവും, പക്ഷെ ഉറക്കം ചെല്ലണം. ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയാണ്, എല്ലാവർക്കും കൂടി ഒരാൾ ബിസ്മില്ല മതിയാവും, പക്ഷെ ഉള്ള നിബന്ധന എന്താണ്? ഉറക്ക ചെല്ലണം എന്നതാണ്. എല്ലാവരും കേൾക്കണം. ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ബാങ്ക് കൊടുക്കുകയാണ്, മറ്റൊരാൾ കേൾക്കണം. ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ ബാങ്ക് കൊടുക്കുകയാണ്, ആരും കേൾക്കണ്ട. ജമാഅത്തിന് ബാങ്ക് കൊടുക്കുകയാണ്, ഒരാളെങ്കിലും കേൾക്കണം. എല്ലാവരും കേട്ടാൽ എല്ലാവർക്കും നന്നായി, ഒരാളെങ്കിലും കേൾക്കുക എന്നുള്ളത് അതിൻ്റെ നിബന്ധനയാണ്. എന്നതുപോലെ കുട്ടികൾക്ക് വേണ്ടി ബിസ്മി ചെല്ലുമ്പോൾ കുട്ടി കേൾക്കണം. അപ്പോൾ വലത്തേതിനെ മുന്തിക്കല ഞാൻ പറയണത്. ചെരുപ്പ് ധരിക്കുകയാണ്, ആദ്യം വലത്തേ കാല് ധരിക്കുക. വാഹനത്തിൽ കയറുകയാണ്, വലത്തേ കാല് വെച്ച് കയറുക. ഇന്ന് വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റ് ഉള്ളത് വലത്തേ കാൽ വെച്ച് കയറാവുന്ന തരത്തിലല്ല. അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ്, നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. അപ്പം എന്ത് വേണം? ലേശം സൂക്ഷ്മത വേണം, എന്നാലേ നടക്കുള്ളൂ. വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റ് വലത്തേക്കാൽ വെച്ച് കയറുന്ന രൂപത്തിലല്ല. അതിന് വേറൊരു സംഭവം കൂടിയുണ്ട്. വണ്ടിക്ക് ആദ്യം കയറിയ ഡ്രൈവറെ കയറാം, ഓൻ തന്നെ ഇടത്തെ വെച്ച് കയറിയാൽ പിന്നെ എന്തിനാ പറ്റുക? ബാക്കിയുള്ളവരൊക്കെ പിന്നെ കയറണമല്ലേ. അപ്പം എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. ഒന്നുകിൽ സ്റ്റെപ്പിൽ ചവിട്ടണം വലത്തേതുകൊണ്ട്, എന്നിട്ട് കയറണം. അല്ലെങ്കിലോ ആദ്യം ഇരുന്നിട്ട് പിന്നെ കാലെടുത്തിട്ട് വലത്തേത് ആദ്യം വെക്കണം. സൂക്ഷിച്ചാലേ നടക്കുള്ളൂ. നമ്മളെ നാട്ടിൽ ഗൾഫിലാകുമ്പോൾ പിന്നെ വലത്തേ കാല് വെക്കുന്ന രൂപത്തിലാണ് ഡ്രൈവിംഗ് സീറ്റ് ഉള്ളത്. നമ്മളെ നാട്ടിൽ നേരെ ഓപ്പോസിറ്റാണ്. ഇവിടെ ഇടത്തേ കാല് വെച്ച് കയറുന്ന രൂപത്തിലാണ് ഡ്രൈവിംഗ് സീറ്റ് ഉള്ളത്. ഇതൊക്കെ സൂക്ഷിച്ചാലേ നടക്കുള്ളൂ. ഞാൻ ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടാവും ഇതൊക്കെ ഇപ്പം എല്ലാവരും ചെയ്യണ തന്നെയല്ലേ എന്ന്. അല്ല ചങ്ങായിമാരെ, അതുകൊണ്ട് അതിങ്ങനെ പറയണതേ അല്ലേ, അല്ലാത്തതുകൊണ്ടാണ് പറയേണ്ടി വന്നത്. ഒരു പെണ്ണ് എടി കാത് കുത്തും. ഞാൻ അവിടെ പോയിരുന്നാണ് നമ്മളവിടെ പോയിരുന്നാണ്. ആ തിണ്ടത്ത് പോയിരിക്കും. അത് ആ ക്ലാസ് ഇരിക്കണോടത്ത് അവിടെ പോയിരുന്നിട്ട് ഇന്നെ നോക്കി എല്ലാവരും. അവിടെ ഇരുന്നാൽ മതി, പക്ഷെ നീച്ചരുത്, കുഴപ്പമൊന്നുമില്ല, നീക്കരുത്, ഇരിക്കണോടത്ത് ഞാൻ ചന്തി ഇളകരുത്. എവിടെയെങ്കിലും ഇരിക്കണം, നിങ്ങൾ ഇരിക്കണം. ഞാൻ ഇരിക്കണോടൊന്ന് നീക്കരുത് കേട്ടോ. നിങ്ങൾ നല്ല നിലക്ക് ഇരുന്നാലും നിങ്ങൾക്ക് വേണ്ടി അവസാനം ഞാൻ തോരക്കും. ഞാൻ ഇരിക്കണോടൊന്ന് ഇളകാതെ ഇരിക്കണം, എന്നാലുള്ള നടക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഒരു നല്ല കുട്ടികൾ അല്ലാഹു തആല സാലിഹാത്തുകളിൽ ചേർക്കട്ടെ. നമ്മളെ കുട്ടികളൊക്കെ അല്ലാഹു തആല സാലിഹ്യങ്ങളാക്കട്ടെ. അവർക്ക് നമുക്കും നാഫിയായ ഇൽമ് നൽകട്ടെ, ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. മാലിലും ഔലാദിലും അസ്വാജിലും ബുയൂത്തിലും അള്ളാഹു നമുക്ക് എല്ലാവർക്കും ബറക്കത്ത് നൽകട്ടെ. ഞാൻ 15 ആയിരുന്നു, ഇനി പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ മറന്നാലോ എന്ന് കരുതിയിട്ട്. പക്ഷെ നിങ്ങൾ അവിടെ നിന്ന് നീച്ചരുത്, അവിടെ തന്നെ ഇരിക്കണം, എന്നാലേ ഇപ്പോൾ അതൊക്കെ സംഗതി ശരിയാവുള്ളൂ കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. എന്തിപ്പോൾ പറഞ്ഞു അതിൻ്റെ ഇടയിൽ പോയാലോ ഇപ്പോൾ പഠിച്ചാണ്?
എന്നിട്ട് കാര്യം ഒരു പെണ്ണിൻ്റെ കാര്യം. ഒരു പെണ്ണേ അപ്പം ഇതൊരു കുട്ടിയാണെന്ന് വിചാരിക്കുക. കുട്ടിയല്ല, എൻ്റെ മൊബൈലാണ് വിചാരിക്കുക. ഇതൊരു കുട്ടിയാണ്. ഒരു പെണ്ണ് ഈ കുട്ടിനെ എങ്ങനെ എടുക്കുകയാണെങ്കിൽ ഈ കുട്ടിനെ എങ്ങനെ എടുക്കുക? ശരിക്ക് ഇങ്ങനെയല്ല എടുക്കുക. ഏത് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും കിടക്കുന്ന ഒരു കുട്ടിനെ ഒരു സ്ത്രീ ഇങ്ങനെ എടുത്താൽ ഇങ്ങനെ എടുക്കുക, ഇങ്ങനെയല്ല എടുക്കുക. ഇത് ഇടത്തെ കൈയാണ്. ഈ ഇടത്തെ കയ്യിലെടുത്താൽ സ്വാഭാവികമായും ഈ കുട്ടിക്ക് ഏത് മുല കൊടുക്കുള്ളൂ? ഇടത്തെ മുലയാണ് ആദ്യം കൊടുക്കുക. അതുകൊണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു കുട്ടിക്ക് ആദ്യം കിട്ടുന്ന മുല ഏതായിരിക്കും? ഇതിങ്ങനെ കണ്ട് ആവണമെങ്കിൽ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. കാരണം കുട്ടിയെടുക്കാൻ ഏറ്റവും ഫിറ്റാണ് കൈ ഇടത്തേതാണ്. അതുകൊണ്ട് ഒരു കുട്ടി അങ്ങനെ എടുത്തുങ്ങാണ്ട് ഇടത്തെ കൈക്ക് വെക്കുക. പാട് എന്ന് പറയില്ലേ നമ്മൾ, ഒരു കുട്ടിനെ എടുക്കണ പാട് ഏത് കയ്യിലേക്കാണ്? ഇടത്തെ കയ്യിലേക്കാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു കുട്ടിനെ എടുത്തിട്ട് ഇടത്തെ കയ്യുമ്മക്കാണ് വെക്കുക. ഇടത്തെ കൈക്ക് വെക്കുന്നതിന് കുഴപ്പമില്ല. ഇടത്തെ കൈക്ക് വെച്ചാൽ ഈ കുട്ടിക്ക് ആദ്യം ഏത് മുല കൊടുക്കുള്ളൂ? ഇടത്തേ കൊടുക്കുള്ളൂ. അതുകൊണ്ട് സൂക്ഷിക്കുന്നവർക്ക് മാത്രമേ ഏത് കൈയുള്ളൂ? ഈ ഇതിക്ക് എടുത്തുങ്ങാണ്ട് ആദ്യം വലത്തെ മുല കൊടുക്കാൻ കഴിയുള്ളൂ. ഇതെന്തിനാണ് ഞാൻ പറഞ്ഞു വെച്ചാൽ, ഞാൻ അതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അതൊക്കെ ഉസ്താദെ ഞങ്ങൾ വേളികുളത്തേര അങ്ങനെ തന്നെയാണ് ആണെങ്കിൽ ഞാൻ അതിന് ഒച്ചടേണ്ട വല്ല കാര്യമുണ്ടോ? അല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇത് പറയേണ്ടി വന്നത്. ഇത് വീട്ടിൽ CCTV ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് ചെരുപ്പാടണമെന്നൊന്നും സൂം ചെയ്തിട്ട് നോക്കുകൊണ്ടോ അപ്പം അറിയാം ഏതേക്കാരെന്ന്. ശൈത്താൻ പ്രിപ്പയർഡാണ്, പിശാച് സജീവമാണ്. ഓൻ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടൊന്നും വരില്ല. ഹലോ കുഞ്ഞാമതേ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് നല്ലോണം നോക്കിക്കളോണ്ടു എന്ന് പറഞ്ഞിട്ടൊന്നും വരില്ല. പറയാതെയാണ് വരിക. ഈ രൂപത്തിലൊക്കെയാണ് വരിക. നമ്മളെ കുട്ടികളോട് നമുക്ക് നല്ല ഇഷ്ടം തോന്നിയാൽ എന്താ വിളിക്കുക? എടാ പൊട്ട അവിടെ വാന്നാ പറയാം. ആരെ വിളിപ്പിച്ചത്? ശൈത്താൻ വിളിപ്പിച്ചതാണ്. കുട്ടികളെ പൊട്ടാന്നാ വിളിക്കേണ്ടത്. അത് വാപ്പാനെ വിളിച്ചു നോക്കിയാൽ അറിയാം അങ്ങനെ ഉണ്ടാവും വിളിയുടെ കോലെന്ന്. പാപ്പാട് നല്ല ഇഷ്ടം തോന്നി എടാ പൊട്ടൻ പാപ്പ അവിടെ വന്നു പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? കുട്ടികളെ വിളിച്ചാലും അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ വാപ്പാനെ വിളിക്കൂല എന്നറിയുന്നത് കൊണ്ട് ശൈത്താൻ കുട്ടികളെ വിളിപ്പിക്കുന്നു. ഇങ്ങനെ പിശാച് പ്രിപ്പയർഡാണ്. ഞാൻ നിങ്ങൾ ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, നിങ്ങൾ ചിരിച്ചുപോയി എന്ന് മാത്രം. ഞാൻ നിങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ഉള്ളതന്നെ ഇങ്ങനെ പറയല്ല. അതുകൊണ്ട് ആ നിലക്ക് നിങ്ങൾ ഉൾക്കൊണ്ടാലേ ഇന്ന് മുതൽ ഇത് ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. വലത്തേതിനെ മുന്തിക്കുക, അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 4 കാര്യങ്ങൾക്ക് പ്രത്യേകിച്ചും: തിന്നുക, കുടിക്കുക, കൊടുക്കുക, വാങ്ങുക. എന്ത് സാധനം ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിലും വലത്തെ കൈ കൊണ്ട് കൊടുക്കണം. ഒരാളിൽ നിന്ന് എന്ത് വാങ്ങുകയാണെങ്കിലും വലത്തെ കൈ കൊണ്ട് വാങ്ങണം. അഹ്ലുസുന്നത്തി വൽ ജമാ അത്തരം കാര്യങ്ങളിലൊക്കെ വളരെയധികം സൂക്ഷ്മത പാലിക്കേണ്ടത്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ വലിയ സൂക്ഷ്മതകൾ, അതാണ് ശരിക്കും നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ഒരു സാധനം. എല്ലാവർക്കും ഒരു വെളുത്ത കുപ്പായം വേണം, ഇടണം എന്നല്ല കേട്ടോ, ഇടണം എന്ന് ഞാൻ പറയില്ല, വേണം. അതെന്തിനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വെളുത്ത വസ്ത്രം ഇഷ്ടമായിരുന്നു എന്നുള്ളതാണ് കാരണം. എല്ലാവർക്കും ഓരോ തൊപ്പി വേണം, ഇടണം എന്നല്ല, വേണം. എന്തേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 3 തൊപ്പി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം. അങ്ങനെ സീമാ അഹ്ലുസുന്നത്തി വൽ ജമാ എന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനമുണ്ട്. സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകളുടെ അടയാളം. എല്ലാവർക്കും അവനാൻ്റെത് വെച്ചിട്ടൊരു മുസാഫ് വേണം. എല്ലാവർക്കും അവനാൻ്റെത് വെച്ചിട്ട് ഒരു മുസാഫ് വേണം. ഓത്തി നമ്മൾ പള്ളിക്കുന്നൊക്കെ കയറി ഓതാ, എന്നാലും എൻ്റെ മുസാഫിൻ്റെ എടുത്താന്ന് ദണ്ണത്ത് കിടക്കുമ്പോൾ പറയാൻ പറ്റണമെങ്കിൽ ഒരു മുസാഫ് അവനാൻ്റെ വെച്ചിട്ട് വേണം. എല്ലാവർക്കും ഒരു തസ്ബീഹ് മാല വേണം. കൊണ്ടിടക്കണം എന്നല്ല പറയണത് കേട്ടോ, വേണം എന്നാണ് പറയണത്. ഒരു തസ്ബീഹ് മാല സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകളുടെ അടയാളങ്ങളൊക്കെയാണ് ഈ പറഞ്ഞ സാധനങ്ങൾ. ഒരു തസ്ബീഹ് മാല. നിഅമൽ മുദക്കിറു അസ്സുബ്ഹ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. തസ്ബീഹ് മാല ഏറ്റവും നല്ല ഓർമ്മപ്പെടുത്തുന്ന വസ്തുവാണ്. ആ ഓർമ്മപ്പെടുത്തുക എന്നുള്ളതിന് കുറേ വിശദീകരണം ഉണ്ട്. ഒന്ന്, തസ്ബീഹ് മാല മൗത്തിനെ ഓർമ്മപ്പെടുത്തും. 2, തസ്ബീഹ് മാല ദിക്റ് ചൊല്ലാൻ ഓർമ്മപ്പെടുത്തും. 3, തസ്ബീഹ് മാല സത്യം പറയാൻ ഓർമ്മപ്പെടുത്തും. തസ്ബീഹ് മാല കൈ പിടിച്ചാണ്ട് ഒരാൾക്ക് നുണറിയാൻ കഴിയൂല. തസ്ബീഹ് മാല അങ്ങനെ പിടിച്ചാണ്ട് ഗീബത്ത് അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ, പക്ഷെ സാധാരണഗതിയിൽ കഴിയൂല. അപ്പം നിഅമൽ മുദക്കിറു അസ്സുബ്ഹ, തസ്ബീഹ് മാല ഏറ്റവും നല്ല ഓർമ്മപ്പെടുത്തുന്ന സാധനമാണ്.
അതുകൊണ്ട് അവനാൻ്റെ വെച്ചിട്ടൊരു തസ്ബീഹ് മാല വേണം. പനിച്ച് വരച്ചിട്ട് നീച്ചാൻ വയ്യാതെ കിടക്കുമ്പോൾ ഏടിയെ ഇൻ്റെ ആ തസ്ബീഹ് മാല എടുത്താന്ന് പറയണമെങ്കിൽ അവനാൻ്റെ വെച്ചിട്ടൊരു തസ്ബീഹ് മാല ആണിമ തൂങ്ങിയെങ്കിലേ പറ്റുള്ളൂ. അത് വേണം. ഇതൊക്കെ തന്നെ. അപ്പം എന്തേ പറഞ്ഞു, ഒരു വെള്ളക്കുപ്പായ എല്ലാവർക്കും വേണം, ഒരു തൊപ്പി എല്ലാവർക്കും വേണം, അവനാൻ്റെ വെച്ചിട്ടൊരു മുസാഫ് വേണം, അവനാൻ്റെ വെച്ചിട്ടൊരു തസ്ബീഹ് മാല വേണം. മുമ്പ് നമ്മളെ പഴയ കാലത്തെ ആളുകൾക്കൊക്കെ ഒരു 14 വക ഏടുണ്ടാവും. ഇപ്പോൾ 555 വക 4444 വക ഏടൊക്കെ ഉണ്ട്. പക്ഷെ ആണുങ്ങൾക്ക് ഒറ്റൊന്നിനും ഏടില്ല. ഏടൊക്കെ പെണ്ണേക്കാണ്, ആണുങ്ങൾക്ക് ഏടില്ല. അതുകൊണ്ട് നമ്മളത് വെച്ചിട്ടൊരു ഏട് വേണം, ഒരു സബീന അല്ലെങ്കിൽ ഒരു ഏട് എന്തെങ്കിലും. എപ്പോഴും ഖുർആൻ ഓതാൻ കഴിഞ്ഞോണമെന്നില്ല, വേണ്ടത് അങ്ങനെ തന്നെയാണെങ്കിലും കഴിഞ്ഞോണമെന്നില്ല. അപ്പോൾ കുറച്ച് ഓതിയിട്ട് കുഴങ്ങുമ്പോൾ അതെടുത്ത് വെച്ചിട്ട് അബ്ദഉ ബിസ്മില്ലാഹി വറഹ്മാനി വബിർറഹീമി ദായിമിൽ ഇഹ്സാനി അൽഹംദുലില്ലാഹിൽ ഖദീമിൽ അവ്വലി الآخر الباقي بلا تهول ثم الصلاة والسلام سرمدا على النبي خير من قد وحدا وآله وصحبه ومن تبع سبيل دين الحق غير متبع. കുറേ അറബി ചൊല്ലിയിട്ട് ഇങ്ങനെ ക്ഷീണിക്കുമ്പോൾ കുറച്ച് മലയാളത്തിൽ. അപ്പോൾ മുയ്യത്തിമാലങ്ങനെ ചെല്ലുക, നഫീസത്തുമാലങ്ങനെ ചെല്ലുക. മരണമാകും എന്ത് ബിണ്ട് ഓതി അന്നാമാനെ മാനിതാ സൂറത്ത് തീരും മുമ്പ് മൗത്തായാനെ മന്നവായി ബീവിയരിൽ അൻഹറാലി അല്ലാ മഹഗുണർ ഫളിലാലയങ്ങളെ ഹജത്തും വീട്ടല്ലാ. ഇങ്ങനെ ജീവിതത്തെ നമ്മളിങ്ങനെ മാറ്റും. ഓരോ കൊല്ലം കഴിയുമ്പോഴും നമ്മളെ ഈമ അങ്ങനെ കൂടി വരണം. അപ്പോഴേ ദീർഘായുസ്സുകൊണ്ട് കാര്യമുള്ളൂ. 60 വയസ്സ് വരെ ജീവിച്ച ഒരാൾക്കും 65 വയസ്സ് വരെ ജീവിച്ച ഒരാൾക്കും ഒരേ ആയുസ്സുണ്ടായാൽ പോരാ, ഒരേ ഈമാൻ ഉണ്ടായാൽ പോരാ. വയസ്സ് കൂടുന്നതിനനുസരിച്ച് ഈമാൻ കൂടിക്കൊണ്ടേയിരിക്കണം. അപ്പം അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ വലിയ സൂക്ഷ്മത വേണം. സംസാരത്തിലാണ് നല്ലോണം സൂക്ഷിക്കേണ്ടത്. പറയാൻ ഒന്നും പഠിക്കണ്ട, മുണ്ടാതിരിക്കാൻ നല്ലോണം വിവരം വേണമെന്നാണ്. വർത്താനം പറയാൻ പിരാന്തുണ്ടായാലും മതി, പക്ഷെ മിണ്ടാതിരിക്കണമെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ളവന് മാത്രമേ സംസാരിക്കാതിരിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് സംസാരിക്കുന്നതിനേക്കാൾ പഠിക്കാനുള്ളത് സംസാരിക്കാതിരിക്കാനാണ് എന്നാണ്. ഒഴിവ് സമയങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിലാണ് നമ്മളെപ്പോഴും പരാജയപ്പെടുന്നത്. വെറുതെ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സമയം ഉണ്ടാകാൻ പറ്റൂല. വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുക. ദുഃഖമില്ലാതെയാകും, സമ്പത്ത് വർദ്ധിക്കും, മക്കൾ സ്വാലിഹീങ്ങളാകും, മഴ പെയ്യും. ഇതൊക്കെ ഇസ്തിഗ്ഫാറിൻ്റെ ഗുണങ്ങളാണ്. എല്ലാ ഗുണങ്ങളും ഒരുമിച്ച് കൂടിയ ദിക്റാണ് ഇസ്തിഗ്ഫാർ. ആദം നബി അലൈഹിസ്സലാം എന്ന മനുഷ്യകുലത്തിലെ ആദ്യത്തെ മനുഷ്യനെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആദ്യം പഠിപ്പിച്ച ദിക്റായിരുന്നു ഇസ്തിഗ്ഫാർ. അതുകൊണ്ട് ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കണം. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ കൊടുത്തിട്ട് നമ്മൾ വലിയ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ദറജയുള്ള ആളുകളായി മാറണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ.